ഞങ്ങളുടെ ഒരു കുട്ടി ഡേ എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു കിളി ഇവിടെ വരാറുണ്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ആ കിളീനെ ഒന്ന് വീഡിയോയിൽ പിടിക്കാമെന്ന് വെച്ചപ്പോൾ ശബ്ദം മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് പുട്ടും കിടില മീൻകറിയും കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതാ അച്ഛൻ നല്ല കരിക്കായിട്ടിങ്ങനെ നടന്ന് വരുന്നു. കരിക്ക് കണ്ടതും ഞാനും ഏശയും ചാടി വീണു. പിന്നെ അച്ഛൻ പൊളിച്ചു, അമ്മ അത് ഞങ്ങൾക്ക് എടുത്തു തന്നു. അപ്പോൾ നമുക്കൊരു ഐഡിയ വന്നു, എന്നാൽ പിന്നെ നമുക്ക് ടെൻഡർ കോക്കനട്ട് ഷേക്ക് അടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ഷേക്ക് അടിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. സംഭവം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കുടിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് വീട്ടിൽ നല്ല പ്യുവറായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. വെറുതെ ഒന്നല്ല, നമ്മുടെ ആഷ്ലി മാത്യൂസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഡ്രസ്സൊക്കെ മാറ്റി ഔട്ടിങ്ങിന് പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ കാറെടുത്ത് ആഷി ലെഫ്റ്റ് സൈഡിലിരുന്ന് വീഡിയോ എടുത്തു. അച്ഛനും അമ്മയും ബാക്കിലിരുന്നു ഒരേ കഥ പറച്ചിൽ. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഉറക്കം എഴുന്നേറ്റൊരു 10 മിനിറ്റാണ് വായ പൂട്ടി വയ്ക്കാറുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്നൊരു റേഡിയോ കൂടെ പിടിച്ച പോലെയാണ് ഇവർക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് ഖലീസായിരുന്നു. വേറൊന്നിനുമല്ല, ഖലീസിലെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കല്യാണം കഴിച്ച് വന്ന സമയം മുതൽ ഖലീസിലെ ബിരിയാണി എന്ന് കേൾക്കല്ലാതെ ഞങ്ങൾ 2 സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെന്നു, പക്ഷെ അപ്പോഴേക്കും അവിടെ ബിരിയാണി തീർന്നു പോയി. നിങ്ങൾ ആലോചിക്കണം, ബിരിയാണി ഉച്ച സമയത്ത് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു തിരക്കും അവിടുത്തെ ഒരു ഡിമാൻഡും. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ടെന്നും പറഞ്ഞ് ഇന്ന് ഖലീസിൽ ബിരിയാണി കഴിച്ചിട്ട് ബാക്കി എന്തും ഉറപ്പിച്ച് ഞങ്ങൾ 4 പേരും കൂടെ ഖലീസിൽ പോയി. യൂട്യൂബിൽ കയറും, ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഹൈപ്പിന് മാത്രം ഉണ്ടായിരുന്നെന്ന് അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് ഞങ്ങൾ ഖലീസിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വന്നത് കറക്റ്റ് ടൈമാണ്. പിന്നെ ഈ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അടുത്ത സ്പോട്ട് പിടിച്ചു, കൂട്ടായി ബീച്ച്. കോഴിക്കോടുകാരിയായ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ബീച്ചൊക്കെ ഉണ്ട് എന്നുള്ളൊരു ടാഗ് കുറച്ച് കൂടുതലാണല്ലോ. ആ ടാഗ് വെച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു. കണ്ടില്ലേ, കയറുമ്പോൾ തന്നെയുള്ള ആംബിയൻസാണിത്. എനിക്ക് തോന്നുന്നു മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരേമാതിരി അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി ആംബിയൻസിൽ ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ആക്ച്വലി ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒത്തിരി ബേബി ഷവർ, ബ്രൈഡൽ ഷവർ, എൻഗേജ്മെൻറ്റ്സ് ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒത്തിരി ഫൺ റൈഡ്സ് ഉണ്ട്, അഡ്വെഞ്ചേഴ്സ് ഉണ്ട് ഇവിടെ ചെയ്യാൻ. അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. മറിയില്ല എന്ന് നമുക്ക് ആ ചേട്ടന്മാർ ഉറപ്പ് തരുന്നതുകൊണ്ട് പേടി കൂടാതെ നമുക്ക് കൈവിട്ടും കാലുവിട്ടും ഒക്കെ ഓടിക്കാൻ പറ്റുമായിരുന്നു. ബോട്ടിങ്ങും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിലേക്ക് പോയില്ല. ഞങ്ങളല്ലാതെ ഇങ്ങനെ അവിടെ ചിൽ ഔട്ട് ചെയ്യായിരുന്നു. നമുക്ക് ആ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു ആക്ച്വലി കാണാൻ. അങ്ങനെ ബീച്ച് വിട്ട് ഞങ്ങൾ തിരൂർ ഫേമസ് ആയിട്ടുള്ള കർമ്മ റോഡിലേക്ക് പോയി. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാവട്ടെ കർമ്മ റോഡാവട്ടെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് നമ്മളൊരു സൈഡിൽ കൂടെ പോകുന്നു, ഒരു സൈഡിൽ ഫുള്ള് കായൽ, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കടയിൽ കയറി. പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള സ്നാക്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആയിരുന്നു. കുറച്ചുകൂടെ വെയിൽ തന്നിട്ടാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായേനെ. അത് കഴിഞ്ഞ് പൊന്നാനി ഹാർബർ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു 50 രൂപ ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ വേർത്തായി. ഇങ്ങനെ ഈ സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിട്ട പോലെ ലൈനായിട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കാണാനും ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. ഇതിപ്പം എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ, ഹാർബർ കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അതിനുവേണ്ടി മാത്രം എത്രയോ ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ബോട്ടിങ്ങും ഉണ്ട്. ഇങ്ങനെ നമ്മൾ KSRTC സർവീസൊക്കെ പോലെ ഒരു ടിക്കറ്റ് എമൗണ്ട് കൊടുത്തിട്ട് ബോട്ടിങ്ങും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ഞങ്ങൾ നെസ്റ്റോയിലെത്തി. നെസ്റ്റോ ഫാഷനിലൊന്ന് കയറി കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഷോപ്പിംഗ് ചെയ്തു. ഞങ്ങളെ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ മടുത്ത അച്ഛനെയാണ് ആ പ്രതിമയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നത്. അത് കണ്ട് ചിരി സഹിക്കാൻ പറ്റാതെ പോകുന്ന അമ്മേനെയാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത്. ആഷി ട്രയൽ റൂമിൽ കയറിയ ടൈമിൽ അച്ഛനായിരുന്നു എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പം ഇത്രയാണ് ഞങ്ങളെ ഒരു കുട്ടി ഡേ ഔട്ട് അറ്റ് പരപ്പേരി. അപ്പം അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വ്ളോഗ്. ബൈ.